ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഓരോ വീഡിയോ ഇടുന്നതിനനുസരിച്ച് ഒരുപാട് നല്ലതല്ലാത്ത കമൻറ്റുകൾ എനിക്ക് വരാറുണ്ട്. എനിക്ക് ആഗ്രഹമല്ല കേട്ടോ എന്നെക്കുറിച്ച് നല്ലത് പറയണമെന്നൊന്നും. കാരണം ഒരാളെക്കുറിച്ച് നല്ലത് പറയുകയാണെങ്കിൽ ആ പറയുന്ന ആ വ്യക്തി എന്ന് വെച്ചാൽ എന്നെക്കുറിച്ച് ഒരാൾ നല്ലത് പറയുകയാണെങ്കിൽ ഞാൻ നല്ലതോ മോശമോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ നിലവാരവും കൂടി നമുക്ക് അവിടെ അളക്കാം. ചിലപ്പോൾ ഞാൻ പകൽമാനിയാണെങ്കിലോ അങ്ങനെ ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നേരെ മറിച്ച് എന്നെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ തെറി വീഡിയോ ഉണ്ട്, തെറി കമൻറ്റുകൾ ഇടുന്നുണ്ട്. അതിലെനിക്കൊന്നും പറയാനില്ല. അവരുടെ സംസ്കാരം അവരവിടെ വന്ന് ചൊരിയുന്നു എന്നേ ഉള്ളൂ. അതിനെ ഞാൻ അങ്ങനെ കാണാനേ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം പലരുടെയും ഈ തെറി ഒക്കെ എടുത്തിട്ട് ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ 1-2 പ്രാവശ്യം ഒരാളുടെ തെറി എടുത്ത് റിയാക്ട് ചെയ്തതുമാണ്. എന്നെ വിളിക്കുന്ന തെറി റെക്കോർഡ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്തതുമാണ്. എന്നിട്ടും ആശാനിതേ പിന്നെയും കൊമ്പത്ത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന തെറി വേർഡ് ഉണ്ടല്ലോ, ഈ തെറി വേർഡ് ഇട്ട ആൾക്ക് ഇത്തവണ മറുപടിയൊന്നും ഞാൻ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. നമ്മളൊരാൾക്ക് മറുപടി കൊടുക്കണമെങ്കിൽ അതിനുള്ള യോഗ്യതയും കൂടിയും ആൾക്ക് വേണ്ടേ. അതുകൊണ്ട് നമ്മൾ ഹരിതക്ക് കൊടുത്തു, മൻസൂർക്കാക്ക് കൊടുത്തു, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഞാനിങ്ങനെ മറുപടി കൊടുക്കാറുണ്ട്. അവരിടുന്ന തെറി എന്താണോ എനിക്ക് പറയാനുള്ളത് അത് ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ മറുപടിയല്ല ഞാൻ കൊടുക്കുന്നത്. നേരെ മറിച്ച് ഒരു ചലഞ്ചാണ്. ആ ചലഞ്ചിൽ ഈ കുട്ടി വിജയിക്കുകയാണെങ്കിൽ ആ കുട്ടിക്കൊരു സമ്മാനം ഞാൻ കൊടുക്കും. എന്ത് സമ്മാനം വേണമെന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്തോളൂ. അത് എത്ര എക്സ്പെൻസീവ് ആണെങ്കിലും ഞാൻ വാങ്ങിക്കൊടുക്കും. നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ആ ചലഞ്ച് കുട്ടി ഏറ്റെടുത്ത് വിജയിപ്പിച്ചാൽ ഇനിയിപ്പം ആകാശത്ത് ചെന്ന് അമ്പിളിമാമനെ പിടിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പം ഞാൻ മറ്റേ നാസക്കാരോ നമ്മൾ പോകുന്നില്ലേ അവരോട് പറഞ്ഞിട്ട് അതിന് ഞാൻ ട്രൈ ചെയ്ത് നോക്കും. അല്ലേ എനിക്കറിയാവുന്ന ദൈവം തമ്പുരാൻ്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു നോക്കും, എനിക്ക് സോവക്ക് കൊടുക്കാനാണ്, അമ്പിളിമാമനെ തരുമോ എന്ന് ചോദിക്കും. ഇനി തരില്ല എന്നാ പറയുന്നത് വെച്ചാൽ ഞാൻ മോഷ്ടിച്ചോണ്ടിങ്ങ് പോരും. ഒരു ദിവസം നിങ്ങൾ ആകാശത്ത് അമ്പിളിമാമനെ കണ്ടിട്ടില്ല അച്ഛാ, അത് ജസ്നാസിലേയും അടിച്ചു മാറ്റിയതാണ്, കരുതിയാൽ മതി. അങ്ങനെ കരുതണമെന്നുണ്ടെങ്കിലും അങ്ങനെ ആകാശത്തെ അമ്പിളിമാമനെ അവൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലും ഞാൻ പറയുന്ന ഈ ചലഞ്ചിൽ അവൾ വിജയിക്കണം. ഞാൻ പറയുന്ന ഈ ഒരൊറ്റ ചലഞ്ചിൽ സോവ വിജയിച്ച് മുന്നേറി നിൽക്കണം. അപ്പോൾ പ്രേക്ഷകരെ, നിങ്ങളോടുകൂടിയായിട്ടാണ് കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ വിലയേറിയ കയ്യടികളും കമൻറ്റുകളും ഈ കുട്ടിക്കുള്ള പ്രോത്സാഹനമായിരിക്കും. ഇനി ഈ കുട്ടിക്കുള്ള ചലഞ്ച് എന്താണെന്നും കൂടിയും ഞാൻ പറഞ്ഞു തരാം. നിസ്സാരം, വെരി 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 സിമ്പിൾ. എത്ര കോടി ജനങ്ങളൊന്നും നമ്മുടെ ഇന്ത്യയിലുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. എന്നാലും കുറച്ചധികം ആൾക്കാരുണ്ടാവുമല്ലോ. വേണ്ട, അതൊന്ന് എണ്ണെടുക്കാൻ പോയാൽ നമുക്ക് ഒക്കൂലടേ. നമുക്ക് ചലഞ്ച് അങ്ങ് നേരെ അങ്ങ് പറഞ്ഞു കൊടുക്കാം. ശോഭ സോമനാഥേ, നിനക്കുള്ള ചലഞ്ചാണ്. നീ വിളിച്ച ഈ തെറിക്ക് മറുപടിയായിട്ട് ഞാൻ തെറി പറയാനോ അതിനുള്ള മറുപടി തരാനോ അല്ല, ഒരു ചലഞ്ചായിട്ടാണ് ഞാൻ നിൻ്റെ മുമ്പിലേക്ക് എത്തിയത്. ആ ചലഞ്ച് നീ ഏറ്റെടുക്കുമെന്നുള്ള അമിത വിശ്വാസത്തോടെയാണ് ഞാൻ ഈ ചലഞ്ച് പറയുന്നത്. കൂട്ടത്തിൽ കാണുന്ന എല്ലാ കാണികളും ഈ കുട്ടിയെന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഇനി
ശോഭ സോമനാഥിനുള്ള ചലഞ്ച് ഇതാണ്. ജനന സർട്ടിഫിക്കറ്റ് ഒന്ന് ഹാജരാക്കുക. ജനന സർട്ടിഫിക്കറ്റ് ഒന്ന് ഹാജരാക്കുക. 2-3 ഡിമാൻഡുകളൂടെ ഉണ്ട് അതിൽ. ഒന്നാമത്തെ കാര്യം, ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് കുട്ടി ജന്മം കൊണ്ടത് എന്നുള്ളത് അതിൽ വ്യക്തമായിട്ട് വേണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്തു പ്രസവിച്ച, ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാണ്, 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്തു പ്രസവിച്ച നിൻ്റെ അമ്മയുടെ പേര്. ഒരിക്കൽ കൂടിയും, 10 മാസം നിന്നെ വയറ്റിൽ ചുമന്ന് നൊന്തു പ്രസവിച്ച നിൻ്റെ അമ്മയുടെ പേര്. ഏത് സ്ഥലം? പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ? അച്ഛൻ്റെ പേര് ഞാൻ ചോദിക്കുന്നില്ല, അത് വേണ്ട നമുക്ക്. നമ്മൾ എന്തിനാ അച്ഛൻ്റെ പേരൊക്കെ ചോദിക്കാൻ നിൽക്കുന്നത്? അമ്മയുടെ പേര് മതി. നിന്നെ ഗർഭം ധരിച്ച് 10 മാസം ചുമന്ന് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഡെലിവറി പെയിൻ കിട്ടി, ഡെലിവറി ഏതെങ്കിലും ഒരു നേഴ്സ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഇത്രയും ഡീറ്റെയിൽ വെച്ചിട്ടുള്ള നിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. വേണേ തിരിച്ച് ചലഞ്ച് ചെയ്തോ, ജസ്നയുടെ ജനന സർട്ടിഫിക്കറ്റ് ഇവിടെ ഹാജരാക്കണമെന്ന്. അപ്പോൾ ഈ കമൻ്റ് ഇട്ട കുട്ടിക്ക് തിരിച്ചുള്ള മറുപടി ഒരു ചലഞ്ചാണ്. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയാം, വ്യാജ സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കുന്നതല്ല. ഏത് കോടതി ത്രൂ ആരേറ്റെടുത്തതാണെങ്കിലും അവരെ അച്ഛനോ അമ്മയോ ആയിട്ട് കുട്ടിക്ക് കൂട്ടാം, ഞങ്ങളാരും കൂട്ടില്ല. ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നാണ്. അതിൽ യഥാർത്ഥ അമ്മയുടെ പേര് വേണം, യഥാർത്ഥ അമ്മയുടെ പേര് വേണം. അപ്പോൾ ബാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത്തരത്തിലുള്ളൊരു കമൻറ്റ് ഈ കുട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത്രേ നിലവാരമുള്ളൂ. ഈ കുട്ടീനെ ഞാൻ തിരിച്ച് തെറി വിളിച്ചില്ലല്ലോ, തിരിച്ച് തോന്നിയ ദിവസം വിളിച്ചിട്ടില്ലല്ലോ. അപ്പം ഈ കുട്ടിയും ജനന സർട്ടിഫിക്കറ്റുള്ള ഞാനും തമ്മിലുള്ള മാറ്റം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം യഥാർത്ഥ അമ്മയുടെ പേരുള്ള ജനന സർട്ടിഫിക്കറ്റ് ഇവിടെ നീ കാണിച്ചാൽ ആകാശത്ത് കിടക്കുന്ന അമ്പിളി മാമനെ വേണമെങ്കിലും ഞാൻ പറിച്ചോണ്ട് തരും എന്നാണ് എൻ്റെ ഓഫർ. അപ്പോൾ കുട്ടി ഈ ചലഞ്ച് ഏറ്റെടുക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇനിയിപ്പോൾ ജസ്ന നുള്ളിയെ പിച്ചേ, ജസ്ന കളിയാക്കിയേ എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കാൻ പോയാലും കുഴപ്പമൊന്നുമില്ല, ജലദോഷം പിടിച്ചേക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്നെ തെറി കമൻ്റ് ഇട്ട ആ കുട്ടീനോട് ഒരു ചലഞ്ചാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്, ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക എന്നുള്ളത്. അപ്പോൾ പ്രേക്ഷകരെ, ആർക്കും പറ്റുന്ന, ഏതൊരു കുട്ടിക്കും പറ്റുന്ന, ആർക്കും, എനിക്കാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന ഒരു ചലഞ്ചാണ് ഞാൻ ഈ കുട്ടിക്ക് ഇട്ട് കൊടുത്തത് അല്ലേ? നിങ്ങൾ തന്നെ പറ, നിങ്ങൾക്ക് പറ്റൂലേ നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ? എവിടെ പോയാൽ നമ്മളെ പഞ്ചായത്തിൽ പോയിട്ട് നമ്മൾ ഏത് ഹോസ്പിറ്റലിലായിരുന്നു ജനിച്ചത്, ഏത് വർഷമാണ്, ഏത് ദിവസമാണ് എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് വേണ്ട പഞ്ചായത്തിലും പോകണ്ട, അക്ഷയ പോയാൽ മതി, ഒരു 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ആ ചലഞ്ച് ഈ കുട്ടി ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി പറയാണ്, സ്വന്തം അമ്മയുടെ പേര് അതിൽ വേണം കേട്ടോ. നമ്മൾ വഴിയെ കാണുന്ന അമ്മമാരെയൊന്നും എടുത്തിട്ട് അതിൽ വെക്കരുത്, അത് കളി കൂട്ടൂലേ. അപ്പം
ഈ ചലഞ്ച് ശോഭ സോമനാഥ് ഏറ്റെടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ, കാണിച്ചു തരൂ, ഞാനൊന്ന് കാണട്ടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജിസ്ന സലീം. ശോഭക്ക.